ലാസ്റ്റ് മന്ത് ഐ വിസിറ്റഡ് എ ബസ്ലിംഗ് സിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താ പറഞ്ഞ് ഇവിടെ കണ്ടോ? ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം, ഞാൻ വിസിറ്റഡ് സന്ദർശിച്ചു. എന്ത്? ഒരു ബസ്ലിംഗ്. ഇവിടെ കണ്ടോ? ബസ്ലിംഗ്. ഇവിടെ ടി ഉണ്ടല്ലോ, ആ ടി സൈലന്റ് ആണ്, പറയരുത്. ആ ടി പറയാതെ പറഞ്ഞാൽ മതി. ബസ്ലിംഗ്. ബസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്രൗഡഡ്, വളരെ തിരക്കേറിയ, വളരെ തിരക്കേറിയ. അപ്പം എന്തായി? കഴിഞ്ഞ മാസം ഞാൻ വളരെ തിരക്കേറിയ ഒരു സിറ്റി, നഗരം സന്ദർശിച്ചു എന്നായി, അല്ലേ? ആണല്ലോ. ഫോർ ദ ഫസ്റ്റ് ടൈം. ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി എന്നാണ്. ആദ്യമായി. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി. ഇനി നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. പറഞ്ഞോളൂ. ലാസ്റ്റ് മന്ത് ഐ വിസിറ്റഡ് എ ബസ്ലിംഗ് സിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം. കഴിഞ്ഞ മാസം ഞാൻ ആദ്യമായി ഒരു വളരെ തിരക്കേറിയ സിറ്റി സന്ദർശിച്ചു എന്നായി. ആണല്ലോ. ഓക്കെ. ഇനി അടുത്താണ് എവ്രിതിങ്, എല്ലാം. വാസ്, ആയിരുന്നു. എന്തായിരുന്നു അറിയോ? ന്യൂ, പുതിയത്. അപ്പം എന്തായി? എവ്രിതിങ് വാസ് ന്യൂ, എല്ലാം പുതിയതായിരുന്നു. ആൻഡ് അതുപോലെ എക്സൈറ്റിംഗ്. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശകരമായ എന്നാണ്. എന്താണ്? ആവേശകരമായ. അപ്പം എന്തായി? എവ്രിതിങ് വാസ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ്. എല്ലാം പുതിയതും അതുപോലെ ആവേശകരവും ആയിരുന്നു എന്നായി, അല്ലേ? ആയിരുന്നു. ഇനി അടുത്താണ് ബട്ട്, പക്ഷേ. ഐ വാസ്, ഞാൻ ആയിരുന്നു. എന്തായിരുന്നു അറിയോ? ഓൾസോ. ഓൾസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹും എന്നർത്ഥം. ഹും. ഹും. അതെ, ഞാനും അവനും അവളും അവരും ഹും എന്ന് പറയില്ല നമ്മൾ. ഹും, അതും ഇതും, ആ ഒരു ഹുമാണ്. പെർപ്ലക്സ്ഡ്. ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡ്സുകളാണ്. പെർപ്ലക്സ്ഡ്. പെർപ്ലക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി കൺഫ്യൂസ് എന്നർത്ഥം. വെരി കൺഫ്യൂസ്, വളരെ ആശയക്കുഴപ്പത്തിലായെന്ന് പറയല്ലേ? വളരെ ആശയക്കുഴപ്പത്തിലായ എന്നാണ്. അപ്പം എന്തായി? ഇവിടെ കണ്ടോ? ബട്ട് ഐ വാസ് ഓൾസോ പെർപ്ലക്സ്ഡ്. പക്ഷേ ഞാൻ ആശയക്കുഴപ്പത്തിലുമായിരുന്നു എന്നായി. ഞാൻ വളരെ കൺഫ്യൂസ്ഡുമായിരുന്നു. എന്താ കാരണം? ബിക്കോസ്, കാരണം. കാരണം ദ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവുകൾ എന്നാണ്. തെരുവുകൾ. ദ സ്ട്രീറ്റ്സ് വേർ, തെരുവുകൾ ആയിരുന്നു. എന്തായിരുന്നു അറിയോ? ക്രൗഡഡ്. തെരുവുകൾ തിരക്കേറിയതായിരുന്നു. തെരുവുകൾ തിരക്കേറിയ. എവിടേക്ക് പോകണമെന്നറിയില്ല. അവിടെയും ഇവിടെ എല്ലായിടത്തും ജനങ്ങളാണ്. ആൻഡ് അതുപോലെ, അപ്പം തെരുവുകൾ തിരക്കേറിയതായിരുന്നു. അതുപോലെ ആൻഡ് ദ ട്രാഫിക് വാസ് കൺഫ്യൂസിങ്. വേണ്ടോ? ട്രാഫിക്, ഗതാഗതമല്ലോ, ട്രാഫിക്, വാഹനങ്ങൾ. ട്രാഫിക് ആയിരുന്നു. എന്തായിരുന്നു? കൺഫ്യൂസിങ് ആയിരുന്നു. ട്രാഫിക്കും എന്തായിരുന്നു? ആശയക്കുഴപ്പത്തിലായിരുന്നു. അവിടുന്നും ഇവിടുന്നും അടിയിൽ നിന്നും മുകളിൽ നിന്നും എവിടെ നോക്കിയാലും എന്താണ്? വാഹനങ്ങളാണ്. കൺഫ്യൂസ്ഡ്. അപ്പം എന്തായി? വളരെ കൺഫ്യൂസ്ഡ് ആയി. ഇനി അടുത്ത് പറയാണ്. ഇവിടെ കണ്ടോ? ക്രോസിങ്. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് കടക്കുക എന്നാണ്. മുറിച്ച് കടക്കല്ല, നമ്മൾക്ക് നടക്കൂലേ? ഓക്കെ. ക്രോസിംഗ്, മുറിച്ച് കടക്കുക. എന്ത്? ദ റോഡ്സ്. അപ്പോൾ റോഡുകൾ മുറിച്ച് കടക്കുന്നത്, റോഡുകൾ മുറിച്ച് കടക്കുന്നത് ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി എന്നാണ്. ഫീൽ, ഫെൽറ്റ്, തോന്നി. ഫീൽഡ് പാസ് അല്ലേ? ഫെൽറ്റ്, തോന്നി. എന്തോന്നോ? പെരിലസ്. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡാണ് പെരിലസ്. പെരിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ്, വളരെ അപകടകരമായ എന്നാണ്. വളരെ അപകടകരമായ. അപ്പം എന്താ പറയുക? ക്രോസിംഗ് ദ റോഡ്സ് ഫെൽറ്റ് പെരിലസ്. റോഡുകൾ മുറിച്ച് കടക്കുന്നത് വളരെ അപകടകരമായി തോന്നി എന്നായി. എന്താണ്? ഇപ്പോൾ കണ്ടോ? റോഡുകൾ മുറിച്ച് കടക്കുന്നത് വളരെ അപകടകരമായി തോന്നി എന്നായി. തോന്നി. ഓക്കെ ആണല്ലോ? അതും ഓക്കെയാണ്. സോ അതുകൊണ്ട് ഐ വാസ് കെയർഫുൾ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നായി, അല്ലേ? ഐ വാസ്, ഞാൻ ആയിരുന്നു. എന്തായിരുന്നു? കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. അപ്പം എന്തായി? സോ ഐ വാസ് കെയർഫുൾ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആൻഡ് അതുപോലെ ഫോളോഡ്. ഫോളോഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാണ്. ഫോളോഡ്, പാലിക്കുക. ഫോളോഡ് ദ റൂൾസ്, നിയമങ്ങൾ. അപ്പം അതുകൊണ്ട് എന്തായി? അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ നിയമങ്ങൾ പാലിച്ചു. നിയമങ്ങൾ പാലിച്ചു. കാരണം നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. കാരണം അത്ര എന്തായിരുന്നു? തിരക്കേറിയ ട്രാഫിക്കായിരുന്നു. അതുപോലെ തെരുവുകൾ എന്തായിരുന്നു? തിരക്കേറിയതായിരുന്നു. വളരെ കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ നിയമങ്ങൾ പാലിച്ചു എന്നായി. ഇനി അടുത്താണ് ബിഫോർ ദ ട്രിപ്പ്. ബിഫോർ എന്ന് പറഞ്ഞാൽ
മുമ്പ് അല്ലേ, മുമ്പ്. ട്രിപ്പ് എന്താ? യാത്ര. അപ്പം എന്താ? ബിഫോർ ദ ട്രിപ്പ്, യാത്രക്ക് മുമ്പ്. ബിഫോർ ദ ട്രിപ്പ്, യാത്രക്ക് മുമ്പ്. ഞാൻ ഹാഡ് റെഡ്. ഇവിടെ കണ്ടോ, ഹാഡ് റെഡ്, വായിച്ചിരുന്നു എന്നാണ്. ഹാഡ് ഗോൺ, പോയിരുന്നു. ഹാഡ് കം, വന്നിരുന്നു. ഹാഡ് ഈറ്റൻ, കഴിച്ചിരുന്നു. അതുപോലെ ഐ ഹാഡ് റെഡ്, ഞാൻ വായിച്ചിരുന്നു. എന്ത് വായിച്ചെന്നറിയോ? ഒരു കോംപ്രഹെൻസീവ്. എന്താണ് കോംപ്രഹെൻസീവ്? അടുത്ത അഡ്വാൻസ്ഡ് വേർഡ് ആട്ടോ കോംപ്രഹെൻസീവ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വേർഡുകളാണ്. കോംപ്രഹെൻസീവ് പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറില്ലേ, അവിടെ കാണാൻ കഴിയുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി കംപ്ലീറ്റഡ് എന്നാണ്. വെരി കംപ്ലീറ്റഡ്, പൂർണ്ണമായ, അല്ലാതെ പകുതിയല്ല. പകുതി മാത്രം എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളല്ല. അപ്പോൾ കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ മുഴുവനായ എന്നാണ്. മുഴുവനായ പോലെ വെരി കംപ്ലീറ്റഡ്. വെരി കംപ്ലീറ്റഡ്. ട്രാവൽ ഗൈഡ്. ട്രാവൽ ഗൈഡ് എന്നാണ്. ട്രാവൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രാ വിവരണ ബുക്ക് എന്നാണ്. യാത്രാ വിവരണ ബുക്ക് എന്നർത്ഥം. അപ്പോൾ എന്താ പറയുക? ബിഫോർ ദ ട്രിപ്പ്, യാത്രക്ക് മുമ്പ് ഐ ഹാഡ് റെഡ് എ കോംപ്രഹെൻസീവ് ട്രാവൽ ഗൈഡ്. യാത്രക്ക് മുമ്പ് ഞാൻ ഒരു വളരെ പൂർണ്ണമായ, അല്ല വളരെ മുഴുവനായ യാത്രാ വിവരണ ബുക്ക് വായിച്ചിരുന്നു എന്നായി അല്ലേ. യാത്രാ വിവരണ ബുക്ക് വായിച്ചിരുന്നത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ യാത്രക്ക് മുമ്പ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടില്ലേ, അതുകൊണ്ടാണ് വായിച്ചത്. അപ്പോൾ അത് നോക്കിയാണല്ലോ. അപ്പം എന്താ ഒന്ന് പറയാം, യാത്രക്ക് മുമ്പ് ഞാൻ ഒരു വളരെ മുഴുവനായ, വളരെ പൂർണ്ണമായ യാത്രാ വിവരണ ബുക്ക് വായിച്ചിരുന്നു. അത് ഹെൽപ്ഡ് മീ, അത് എന്നെ സഹായിച്ചു. ഏത്? ആ ബുക്ക് കേട്ടോ, എന്നെ സഹായിച്ചു. എന്തിനു പറയാം? അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു. എന്ത് മനസ്സിലാക്കാന്നറിയോ? ദ സിറ്റി, നഗരം, ആ സിറ്റി മനസ്സിലാക്കാൻ. ബെറ്റർ, വളരെ നന്നായി. അപ്പം എന്താ? വളരെ നന്നായി ആ സിറ്റി മനസ്സിലാക്കാൻ അത് എന്നെ സഹായിച്ചു എന്നായി. അപ്പോൾ അത് ഓക്കെയാണല്ലോ. അത് ഓക്കെയാണ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ കണ്ടോളൂ, ഡ്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ എന്നാണ് അല്ലേ. അപ്പോൾ ഡ്യൂറിങ് മൈ വിസിറ്റ്, എന്താണ് വിസിറ്റ് പറഞ്ഞാൽ? സന്ദർശിക്കുക, സന്ദർശനം അല്ലേ. അപ്പോൾ എന്തായി? ഡ്യൂറിങ് മൈ വിസിറ്റ്, എൻ്റെ സന്ദർശനത്തിനിടയിൽ, സന്ദർശിക്കാൻ പോയി, അതിനിടയിൽ ഞാൻ ഗെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലഭിക്കുക എന്നാണ്. എന്താണ്? ലഭിക്കുക, അല്ലെങ്കിൽ കിട്ടി എന്നൊക്കെ അർത്ഥമുണ്ട്. ലഭിക്കുക. അപ്പം ലഭിച്ചു എന്നായി അല്ലേ. ഐ ഗെയിൻഡ്, എനിക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചു എന്നായി. എന്ത്? ഒരു പ്രൊഫൗണ്ട്. ഇത് അടുത്ത വളരെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് വേർഡാണ്. ജസ്റ്റ് നോട്ട് ചെയ്യുക, അഡ്വാൻസ്ഡ് വേർഡ്. എന്താണ്? പ്രൊഫൗണ്ട്. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡീപ്പ് എന്നർത്ഥം. വെരി ഡീപ്പ്, വളരെ ആഴത്തിലുള്ളതെന്ന് പറയല്ലേ. വളരെ അവിടെ നിൻ്റെയൊക്കെ ചിന്ത വളരെ ആഴത്തിലുള്ളതാണല്ലോടാ എന്ന് പറയല നമ്മൾ. വെരി അല്ല, വളരെ ആഴത്തിലുള്ള. അപ്പം എന്തായി? ഐ ഗെയിൻഡ്, എനിക്ക് ലഭിച്ചു. എന്ത് ലഭിച്ചോ? എന്ത് കിട്ടി? ഒരു വളരെ ആഴത്തിലുള്ള അപ്രീസിയേഷൻ. എന്താണ്? അപ്രീസിയേഷൻ. അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. പ്രശംസ എന്ന് പറയാം, ബഹുമാനം എന്ന് പറയാം. അതുപോലെ നമ്മൾ മതിപ്പ് എന്ന് പറയില്ല, മതിപ്പ്, വില മതിപ്പ്. എടാ എനിക്ക് മതിപ്പ് തോന്നി, എനിക്ക് മതിപ്പ് എന്ന് പറയില്ല, മതിപ്പ്. അതിനെന്താണ് നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഫോർ ദ പീപ്പിൾ, ജനങ്ങളോട്. അപ്പം എന്താ ഇവിടെ കണ്ടോ? ഡ്യൂറിങ് മൈ വിസിറ്റ്, എന്താർത്ഥം? എൻ്റെ സന്ദർശനത്തിനിടയിൽ ഐ ഗെയിൻഡ് എ പ്രൊഫൗണ്ട് അപ്രീസിയേഷൻ ഫോർ ദ പീപ്പിൾ. എൻ്റെ സന്ദർശനത്തിനിടയിൽ എനിക്ക് ജനങ്ങളോട് ഒരു വളരെ ആഴത്തിലുള്ള മതിപ്പ് തോന്നി, അല്ലെങ്കിൽ മതിപ്പ് കിട്ടിയെന്നായി അല്ലേ. മതിപ്പ് തോന്നൂല്ലേ? ചില രസകരമായ സംഭവം, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വളരെ മനോഹരമായ സംഭവം ഉണ്ടാക്കി, അപ്പോൾ തീർച്ചയായിട്ടും അതിനോടൊരു മതിപ്പ് തോന്നൂലേ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ജനങ്ങളോട് മതിപ്പ്. ഓക്കെ. അപ്പോൾ ജനങ്ങളോട് മാത്രമല്ല, കൾച്ചർ, സംസ്കാരത്തോടും ആൻഡ് അതുപോലെ ഇവിടെ ഉണ്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചരിത്രം. അപ്പം എന്തായി? എനിക്ക് വളരെ ആഴത്തിലുള്ള മതിപ്പ് തോന്നി. അവിടെയൊക്കെയാണെന്നറിയോ? ജനങ്ങളോടും സംസ്കാരത്തോടും അതുപോലെ ചരിത്രത്തോടും ഒക്കെ എന്തായി? വളരെ മതിപ്പ് തോന്നി, അത് കിട്ടിയെന്നുള്ള അർത്ഥമാണ്. ഓക്കെ ആണല്ലോ. കുറച്ചൊരു അഡ്വാൻസ് ലെവലിലാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്താണ് ഇവിടെ കണ്ടോളൂ.
ആഫ്റ്റർ ശേഷം, റിട്ടേൺ നമ്മൾ തിരിച്ചു വരിക, ഹോം വീട്. അപ്പം എന്താ, ആഫ്റ്റർ റിട്ടേണിങ് ഹോം, വീട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം, വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം, ഞാൻ റോട്ട്, ഞാൻ എഴുതി. എന്തെഴുതിയെന്നറിയോ? ഞാൻ എഴുതി ഒരു മെറ്റീക്കുലസ്, അടുത്ത അഡ്വാൻസ്ഡ് വേർഡാട്ടോ ഇത്. നിങ്ങൾ അല്ലേ ഈ വേർഡുകളൊക്കെ, ഈ അഡ്വാൻസ്ഡ് വേർഡുകളൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും അല്ലേ, എവിടെയെങ്കിലും കണ്ടു കാണും. വളരെ പ്രധാനപ്പെട്ട വേർഡുകളാണ്. മെറ്റീക്കുലസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയോ, വെരി ഡീറ്റെയിൽഡ് എന്നാണ്. വെരി ഡീറ്റെയിൽഡ്, വിശദമായ, വളരെ വിശദമായ, നമ്മൾ വിശദീകരിച്ച് കണ്ട് ചെയ്യൂലേ, അപ്പോൾ വളരെ വിശദമായ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പം എന്താണ് മെറ്റീക്കുലസ്, ഒരു വളരെ വിശദമായ റിപ്പോർട്ട്, രേഖ. അപ്പം എന്താ ഇവിടെ കണ്ടോ, ആഫ്റ്റർ റിട്ടേണിങ് ഹോം, വീട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം, ഐ റോട്ട് എ മെറ്റീക്കുലസ് റിപ്പോർട്ട്. വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഒരു വളരെ വിശദമായ രേഖ എഴുതിയെന്നായി. എന്തിനെക്കുറിച്ച് എന്തോ, അബൌട്ട്, കുറിച്ച്, മൈ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവത്തെക്കുറിച്ച് അല്ലേ, എൻ്റെ അനുഭവത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു രേഖ ഞാൻ എഴുതിയെന്നായി. അതെങ്ങനെ, കെയർഫുള്ളി, ശ്രദ്ധയോടെ എന്നാണ്, ശ്രദ്ധയോടെ എഴുതി. ഓക്കെ, ഇതൊരു വലിയൊരു സെൻറ്റൻസ് ആണ്, ഒന്ന് നോക്കാം. അതാണ് ഡിസ്ക്രൈബ്. ഈ സെൻറ്റൻസ് അവിടെ അവസാനിച്ചിട്ടില്ല, തുടങ്ങണം, എപ്പോഴും തുടങ്ങാം കേട്ടോ. ഡിസ്ക്രൈബ് എന്ന് വിവരിച്ച് കൊണ്ട് എന്നാണ്. ഡിസ്ക്രൈബിങ്, വിവരിച്ച് കൊണ്ട്. എന്ത്, എവ്രി, എല്ലാ, ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട, എല്ലാ പ്രധാനപ്പെട്ട ഇവൻ്റ്, സംഭവം, എല്ലാ പ്രധാനപ്പെട്ട സംഭവവും. അതുപോലെ ലെസൺസ് എന്ന് പറഞ്ഞാൽ, ലെസൺ എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ, പാഠം. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സംഭവം, പാഠം. അതുപോലെ അൺഫർഗറ്റബിൾ. ഇവിടെ അൺഫർഗറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ കഴിയാത്ത, എന്താണ്, മറക്കാൻ കഴിയാത്ത മെമ്മറി, ഓർമ്മ, മറക്കാൻ കഴിയാത്ത ഓർമ്മ. ഫ്രം ദ ജേർണി, യാത്രയിൽ നിന്ന് എന്നായി. എന്താണ്, യാത്രയിൽ നിന്ന്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒരു വലിയ സെൻറ്റൻസ് ആണ്. ഇത് നമ്മൾ ആദ്യം ഓരോ വേർഡിൻ്റെ മീനിങ് പറഞ്ഞു, പിന്നെ നമ്മുടേതായിട്ടുള്ള പ്രോപ്പർ മലയാളത്തിൽ ജസ്റ്റ് വെച്ച് നോക്കാം. എങ്ങനെ നോക്കാം, ഞാൻ ഒന്നും കൂടി വായിച്ച് കാണിച്ചു കേട്ടോ. ആഫ്റ്റർ റിട്ടേണിങ് ഹോം, ഐ റോട്ട് എ മെറ്റീക്കുലസ് റിപ്പോർട്ട് അബൌട്ട് മൈ എക്സ്പീരിയൻസ് കെയർഫുള്ളി, ഡിസ്ക്രൈബിങ് എവറി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്, ലെസൺ ആൻഡ് അൺഫർഗറ്റബിൾ മെമ്മറി ഫ്രം ദ ജേർണി. ഇവിടെ കണ്ടോ, വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം, യാത്രയിൽ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും, പാഠങ്ങളും, അതുപോലെ മറക്കാൻ കഴിയാത്ത എന്താണ്, ഓർമ്മകളും വിവരിച്ചു കൊണ്ട് ശ്രദ്ധയോടെ എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒരു വളരെ വിശദമായ രേഖ ഞാൻ എഴുതിയെന്നായി. അല്ല സാറേ, മീനിങ് വെച്ചപ്പോൾ, അർത്ഥം വെച്ചപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കാണല്ലോ. അതെ, നമ്മൾ ഓരോ വേർഡിൻ്റെ അർത്ഥം പ്രോപ്പറായിട്ട് ഇങ്ങനെ അല്ലേ, ഓർഡറായിട്ട് ഇങ്ങനെ വെച്ചു. അതെന്താണെന്നറിയോ, അത് ആ ഒരു സെൻറ്റൻസിൻ്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ പ്രോപ്പർ മലയാളം വെച്ച് വരുമ്പോൾ അത് അവിടുന്ന് ഇവിടുന്നൊക്കെയാണ്. ഇതൊക്കെ ശരിയാവും. എങ്ങനെയെന്നറിയോ, ഇതൊക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മലയാളം വരും നമ്മുടെ മൈൻഡിൽ. പക്ഷേ ഇത് കുറച്ച് വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്നതേ അല്ല. പ്രാക്ടീസാണ് മെയിൻ. പ്രാക്ടീസിങ് ശരിക്കും ചെയ്യണം, ശരിക്കും വായിക്കണം. വായിച്ച് നേടണം. ആ ഒരു അർത്ഥം ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി വരണം. ഞാൻ ഒരു ചെറിയൊരു സംഭവം പറയാം കേട്ടോ. ചെറിയൊരു സംഭവം പറയാണ്. ഇതുപോലെ നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ കഴിയും. എപ്പോഴും പറയാം, ഒരുപാട് വായിക്കണം. ഒരുപാട് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ അർത്ഥം വെക്കാൻ കഴിയും. ഞാനൊരു ചെറിയൊരു സംഭവം പറയാണ്. നമ്മുടെ ബ്രൂസിലി ഒരു പത്രപ്രവർത്തകൻ ബ്രൂസിലിയോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും ഭയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു. അപ്പോൾ ബ്രൂസിലിയുടെ മറുപടിയാണ് എന്താണ്, 10,000 അടവുകൾ പഠിച്ച 10,000 അടവുകൾ പഠിച്ച ഒരു വ്യക്തിയെ ഞാൻ പേടിക്കുന്നില്ല. 10,000 അടവുകൾ പഠിച്ച വ്യക്തി പേടിക്കുന്നില്ല, പിന്നെ ആരെ പേടിക്കുന്നത്? ആ സമയത്ത് ബ്രൂസിലി പറഞ്ഞ മറുപടിയാണ്, ഒരു അടവ് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ആ വ്യക്തിയെ ഞാൻ പേടിക്കും. എന്താ പറയുക, ഒരു പഞ്ച് 10,000 തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ച് അത്രയും പവർഫുൾ ആയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. എന്താണ്, പ്രാക്ടീസിങ് ആണ്. നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ എത്ര വലിയ അഡ്വാൻസ് സെൻറ്റൻസ് ആണെങ്കിലും നമുക്കതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. ഓക്കെ, നൗ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. എടുത്തല്ലോ? ഓക്കെ. ഇനി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇനി അടുത്താണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഉപയോഗിച്ചിട്ടുള്ള കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് വേർഡ്സ് ഉണ്ടല്ലോ. ഈ അഡ്വാൻസ്ഡ് വേർഡ്സുകൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ PDF പേജ് നമ്പർ ഉണ്ടോ 257 257 ആ ഒരു പേജിലുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ വായിക്കുക. അതിൽ ഒരുപാട്, ഇത്ര മാത്രമല്ല, ഒരുപാട് എന്താണ് അഡ്വാൻസ് ലെവലുള്ള വേർഡ്സുകളുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട വേർഡ്സുകളാണ്. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.